നമസ്കാരം. വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുത്തിത്തിരിപ്പിന് ശ്രമിച്ച ദേശാഭിമാനിക്ക് കിട്ടിയത് എട്ടിന്റെ പണി. KPCC ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ ഡാർലിൻ ജോർജ് കടവിന്റെ പേരിൽ നൽകിയ വാർത്തയിലാണ് ദേശാഭിമാനി കുടുങ്ങിയത്. വന്ദേമാതരം മുഴുവൻ ചൊല്ലിയാൽ കുഴപ്പമെന്തെന്ന് ഡാർലിൻ ജോർജ് പറഞ്ഞുവെന്നും കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുമായിരുന്നു ദേശാഭിമാനി ശ്രമിച്ചത്. എന്നാൽ ഒരു പൊതു ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിലെ പരാമർശം വളച്ചൊടിച്ച് ദേശാഭിമാനി വ്യാജ വാർത്ത നൽകുകയായിരുന്നുവെന്ന് വിഷയത്തിൽ ഡാർലിൻ ജോർജ് പ്രതികരിച്ചു. വ്യാജ വാർത്ത നൽകിയ പത്രത്തിനെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഡാർലിൻ ജോർജ് വ്യക്തമാക്കി. നാട്ടിലെ ഒരു പൊതു ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്കിടെ വന്ദേമാതരം പാടിയാൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇതിന് മറുപടിയായി വന്ദേമാതരം മുഴുവൻ ആലപിച്ചാൽ കുഴപ്പമില്ല എന്നാണ് താൻ പറഞ്ഞതെന്ന് ഡാർലിൻ ജോർജ് കടവൻ വ്യക്തമാക്കി. ദേശാഭിമാനി നൽകിയ വാർത്ത ഇങ്ങനെയായിരുന്നു: വന്ദേമാതരം മുഴുവൻ ആലപിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കോൺഗ്രസ് നേതാവ്. KPCCയുടെ ന്യൂനപക്ഷ സെൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡാർലിൻ ജോർജ് കടവനാണ് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനെ ന്യായീകരിച്ചത്. സ്വന്തം നാട്ടിലെ ഒരു പ്രധാന വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിലാണ് UK-യിൽ നിന്നും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനെ ന്യായീകരിച്ചത്. 1000-ലധികം അംഗങ്ങളുള്ള സ്റ്റാർ മുട്ടോം കടവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയിൽ ഇടപെട്ടാണ് ഡാർലിൻ ജോർജ് വന്ദേമാതരത്തെ ന്യായീകരിച്ചത്. VD സതീശൻ അനുകൂലിയാണ് ഡാർലിൻ. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്ത് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിൽ സർക്കാർ ഭാഗം ന്യായീകരിക്കാനാണ് പരസ്യ നിലപാടെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ അസംബ്ലിയും അംഗീകരിച്ച നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തള്ളുന്നത്. ഇങ്ങനെയായിരുന്നു ദേശാഭിമാനി നൽകിയ വാർത്ത. മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയടക്കം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഗ്രൂപ്പിൽ നടന്ന യഥാർത്ഥ ചർച്ചയുടെ പശ്ചാത്തലം ഒഴിവാക്കി തന്റെ നിലപാട് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചാണ് ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ഇതുവഴി തന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്ക് അപകീർത്തി ഉണ്ടാക്കിയ തരത്തിലുള്ള പ്രചാരണം നടന്നതായും അദ്ദേഹം ആരോപിച്ചു. ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ വിവരങ്ങളും തന്റെ നിലപാടും ഗ്രൂപ്പിലുള്ളവർക്കും നാട്ടുകാർക്കും അറിയാവുന്നതാണ്. സംഭവത്തിൽ നിയമോപദേശം തേടിയ ശേഷം ദേശാഭിമാനിക്കെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഡാർലിൻ ജോർജ് വ്യക്തമാക്കിയുണ്ടായി. വസ്തുതകൾ വളച്ചൊടിച്ച് വ്യക്തികളുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്ന പ്രവണത ദേശാഭിമാനി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശാഭിമാനി പത്രത്തിന് വാർത്താ ദാരിദ്ര്യമാണെങ്കിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടതെന്നും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. അതേസമയം ദേശാഭിമാനിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് അവരാദ്യമായിട്ടല്ല. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ പിച്ചയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിക്കെതിരെ വ്യാജ വാർത്ത നൽകിയതും അതിന്റെ പേരിൽ പത്രം ഖേദം പ്രകടിപ്പിച്ചതുമൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഒരിക്കൽ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജേനയും ഒരു ലേഖനം അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. അതും വിവാദമായിരുന്നു. എന്നാൽ മറ്റു മാധ്യമങ്ങളെ വ്യാജ വാർത്തകളുടെ പേരിൽ വിമർശിക്കാൻ CPM മുഖപത്രമായ ദേശാഭിമാനി ഒരിക്കലും പിശുക്ക് കാട്ടാറുമില്ല. അവരാകട്ടെ സ്വന്തം പിഴ ഒരിക്കലും തിരുത്തി പറഞ്ഞിട്ടുമില്ല. മാതൃഭൂമിയിലെ MP വീരേന്ദ്രകുമാറിന്റെ പെങ്ങൾ MP സുശീലാദേവി ആട്ടുചെട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് വാർത്ത നൽകിയ പാരമ്പര്യം പോലും ഉണ്ട് ദേശാഭിമാനിക്ക്. 2007 ജീവിച്ചിരിക്കുന്ന ആ സ്ത്രീ മരിച്ചെന്ന് ഫോട്ടോ സഹിതം വാർത്ത നൽകിയത് ഭൂമി പിടിക്കാൻ മാതൃഭൂമി എന്ന പരമ്പരയുടെ 5ാം ഭാഗത്തിലായിരുന്നു. ഒടുക്കം ദേശാഭിമാനി എന്നെ കൊന്നു എന്ന തലക്കെട്ടോടെ മാതൃഭൂമിക്ക് സുശീലാദേവി അഭിമുഖവും നൽകി. 5ാം ഭാഗത്തോടെ ദേശാഭിമാനി ആ പരമ്പര അവസാനിപ്പിച്ചു. അന്ന് ദേശാഭിമാനിക്ക് സുശീലാദേവി ഒരു കത്തും അയച്ചിരുന്നു. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണെങ്കിലും ഇത്രയും ക്രൂരത ഒരു സ്ത്രീയോട് കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ദേശാഭിമാനി അത് തിരുത്തിയുമില്ല. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ വാർത്ത ദേശാഭിമാനി നൽകിയത് വെട്ടുകളുടെ എണ്ണം 20ലേക്ക് കുറച്ചുകൊണ്ടായിരുന്നു. കേരളം മൊത്തം TP നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ അപലപിക്കുക പോലും ചെയ്യാത്ത നേതാക്കളെക്കുറിച്ചും ദേശാഭിമാനി നൽകിയ വ്യാജ വാർത്തകളെക്കുറിച്ചും മുൻ ദേശാഭിമാനി ജീവനക്കാർ തന്നെ എഴുതിയിട്ടുള്ള ബ്ലോഗുകൾ ഇപ്പോഴും നെറ്റിൽ കിട്ടും. പരമ്പരകൾ തന്നെ നമുക്ക് ഒരുപക്ഷെ അതിൽ കാണാനും സാധിക്കും. വാളയാർ പെൺകുട്ടികളുടെ അമ്മയെക്കുറിച്ച് ദേശാഭിമാനി എഴുതി പിടിപ്പിച്ച കാര്യങ്ങളും ആരും മറന്നിട്ടുണ്ടാവില്ല. ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത സാജന്റെ ഭാര്യയെക്കുറിച്ചും ഇത്തരത്തിൽ ദേശാഭിമാനി വ്യാജ വാർത്ത എഴുതിയിരുന്നു.